വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസം. 8 മാസം ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നു, നല്ലവനായിരുന്നു. ഈ 9-ാം മാസത്തിലേക്ക് നമ്മൾ കാലൂന്നുമ്പോൾ ബൈബിളിൽ 9 കൃപാവരങ്ങളെക്കുറിച്ച് 1 കൊരിന്ത്യർ 12 പറയുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ 9 ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. ഫലങ്ങളും വരങ്ങളും നമ്മിൽ നിന്ന് വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. വരങ്ങൾ എന്തിനാണ്? ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്താൻ. ഫലങ്ങൾ എന്തിനാണ്? ദൈവപുത്രൻ്റെ ജീവിതത്തെ വെളിപ്പെടുത്താൻ. ദൈവപുത്രൻ്റെ ജീവിതം വെളിപ്പെടുത്തണമെങ്കിൽ ഫലം കായ്ക്കണം. ദൈവപുത്രൻ്റെ മഹത്വം വെളിപ്പെടുത്തണമെങ്കിൽ നമ്മൾ വരങ്ങൾ ഉപയോഗിക്കണം. ഈ 9 ഫലങ്ങളും 9 വരങ്ങളും, ഒന്നുകൂടി പറഞ്ഞാൽ ഒരു കഴുകൻ്റെ 2 ചിറക് പോലെയാണ്. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈ മാസം കർത്താവ് ഇടയാക്കട്ടെ. അതിനെന്തെല്ലാം ചെയ്യണം? ആത്മാവിൽ ഏത് നേരത്തും പ്രാർത്ഥിക്കണം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ദൈവത്തിന് വേണ്ടി പാടി എപ്പോഴും നാം തമ്മിൽ പ്രബോധിപ്പിച്ചും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും കർത്താവായ യേശുവിന് വേണ്ടി അധികമായിട്ട് നാം പ്രയോജനപ്പെടാനിടയായി തീരട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഈ സെപ്റ്റംബർ മാസം ഇന്നൊരു തിങ്കളാഴ്ചയാണല്ലോ. ഇന്നു മുതൽ ഒരു നല്ല തുടക്കം യേശു കർത്താവ് നമുക്ക് തരും. ഈ വർഷത്തിൻ്റെ ആരംഭം ചെറുതായി തുടങ്ങിയെങ്കിൽ ഈ വർഷത്തിൻ്റെ അന്ത്യം 12-ാം മാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വീടുകൾ അത്ഭുതങ്ങൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും സമൃദ്ധി കൊണ്ടും സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരും. ആരംഭത്തേക്കാൾ നല്ല അവസാനം, അന്ത്യം എന്ന് പറയുമ്പോൾ 90-ാമത്തെ വയസ്സിലെ കാര്യമല്ല. ഈ വർഷം തീരുന്നതിനുള്ളിൽ അനേക നന്മകൾ, പ്രത്യേകിച്ച് ഈ മാസത്തിൻ്റെ ആരംഭത്തേക്കാൾ ഈ മാസത്തിൻ്റെ അവസാനം അത്ഭുതമായിരിക്കും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. അസാധ്യങ്ങൾ സാധ്യമേ ദേവാ ഉങ്ക വാർത്തയാലേ. അസാധ്യങ്ങൾ സാധ്യമേ ദേവാ ഉങ്ക വാർത്തയാലേ. அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே. அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட
തുതിയോ എല്ലാ ഉയരോ എന്നിൽ നിലൈവരമാനവർക്ക് എല്ലാ പുകളോ എല്ലാ ഘനവോ എന്നിൽ അസാധ്യം ചെയ്പവർക്ക് എല്ലാ തുതിയോ എല്ലാ ഉയരവും എന്നിൽ നിലൈവരമാണ് എല്ലാ പുകളും എല്ലാ പുകളും എല്ലാ ഘനവും എന്നിൽ അസാധ്യം ചെയ്പവർക്ക് എല്ലാ തുതിയോ എല്ലാ ഉയരവും എന്നിൽ നിലൈവരമാനവർക്ക് എനിക്കായി നിൽക്കും യേശുക്ക് എനിക്കായി പേസും യേശുക്ക് എനിക്കായി നിൽക്കും യേശുക്ക് എനിക്കായി പേസും യേശുക്ക്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 47-ാം വാക്യത്തിൽ ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവസന്തതി അല്ലായകയാൽ കേൾക്കുന്നില്ല. യേശു പറഞ്ഞൊരു പ്രസ്താവന, ദൈവ പൈതലാണെങ്കിൽ ആ വ്യക്തിക്ക് ദൈവവചനം കേൾക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവ പൈതലാകുന്നതിന് മുമ്പ് ദൈവവചനം കേട്ടതോ? നാം ദൈവ പൈതലാകണമെന്നുള്ളത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ദൈവം പദ്ധതിയിട്ടതാണ്. ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നടന്നു കഴിഞ്ഞു. നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ വല്യപ്പനും വല്യമ്മയും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ കർത്താവ് നമ്മെ കണ്ടിരുന്നു. നാം ദൈവത്തിങ്കിലേക്ക് നിത്യജീവനായി നിയമിക്കപ്പെട്ടവരാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മളത് കാണും. നിത്യജീവനായി നിയമിക്കപ്പെട്ട ഏവരും വിശ്വസിച്ചു. ദൈവവചനം കേൾക്കാനുള്ള അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് അതൊരു ദൈവ പൈതലാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. ആരെങ്കിലും ഇരുന്ന് എപ്പോഴും ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി ദൈവസന്തതിയാണ്. ജീവിതത്തിൽ തെറ്റും കുറ്റമൊക്കെ ഉണ്ടാകും, ഒരു ചർച്ചയിൽ പോകുന്നുണ്ടാകത്തില്ല, എങ്കിലും ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി ഉടനെ ദൈവത്തിലേക്ക് തിരിയാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വഴിയിലേക്ക് ആ വ്യക്തി വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. 23-ാമത്തെ വയസ്സിലാണ് ബാംഗ്ലൂർ ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് 15 രൂപയുടെ ഒരു ബൈബിൾ വാങ്ങി ഞാൻ രാപ്പകലിരുന്ന് വായനയാണ്. വായനയെന്ന് പറഞ്ഞാൽ 3 മാസം രാപ്പകൽ, വല്ല 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉറങ്ങും, ബാക്കി മുഴുവൻ ബൈബിൾ വായന. അന്ന് ഞാൻ ഒറ്റയ്ക്ക് ബാംഗ്ലൂർ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ നടുക്ക് ഒരു വാടക വീട്ടിൽ കിടക്കുകയാണ്. ബാച്ചിലറാണ്, അന്ന് ജോലിയും ബിസിനസ്സൊക്കെ ഉള്ളൊരു കാലം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. അതുകൊണ്ട് ആ വീട്ടിലിരുന്ന് ഇലക്ട്രോണിക്സാണ് ജോലി. അതുകൊണ്ട് ആ ജോലിയുടെ ഇടയിലാണ് ഒരു CSI-കാരൻ പറഞ്ഞു, ബൈബിള് വായിച്ചാൽ സമാധാനം കിട്ടും. ഞങ്ങളുടെ വീട്ടിൽ സമാധാനമില്ല. അങ്ങനെ ബൈബിള് വായിക്കാൻ ആദ്യമായിട്ട് ബൈബിള് വാങ്ങി വായിക്കുകയാണ്. കത്തോലിക്ക കുടുംബമാണെങ്കിലും ആ കാലത്ത് ഞങ്ങളൊന്നും ബൈബിൾ വായിക്കത്തില്ല. പള്ളിയിലെ ചില പുസ്തകമുണ്ട്, ആ പുസ്തകമൊക്കെയാണ് എല്ലാവർക്കും ഉള്ളത്. വേദ ഉപദേശ പുസ്തകം, പാട്ട് പുസ്തകം, തീർന്നു. ഇതല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്കറിയില്ല. ബൈബിൾ വായിച്ചു തുടങ്ങിയപ്പോൾ കരയാൻ തുടങ്ങി. വായിക്കും കരയും, വായിക്കും കരയും. അപ്പോൾ ഞാൻ അല്പം കഞ്ഞി വെക്കും. എന്നിട്ട് 10 പൈസയുടെ അച്ചാറുണ്ട്. അച്ചാറ് പ്ലാസ്റ്റിക്കിൽ വരുന്നൊരു പാക്കറ്റ് വരുന്ന അച്ചാർ, നാരങ്ങച്ചാർ. അതൊന്ന് കടിച്ച് നക്കും, കഞ്ഞി കുടിക്കും, ബൈബിൾ വായിക്കും. 3 നേരം കഞ്ഞിയും ബൈബിൾ വായന. 3 മാസം ബൈബിൾ വായിക്കുമ്പോൾ അങ്ങോട്ട് കുടുകുടാ കണ്ണുനീരൊഴുകുകയാണ്. ഞാൻ അറിഞ്ഞില്ല ആ വായന എന്നെ
ഒരു പ്രാർത്ഥന സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ, വല്ലപ്പോഴും ഒന്ന് തുറന്നു നോക്കിയ കാര്യമല്ല, നിരന്തരം ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ, ഒരു വലിയ ആവേശത്തോടെ ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ, കണ്ണുനീരോടെ ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ, വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ, വളരെ ആവേശത്തോടെ വായിക്കുന്നുണ്ടെങ്കിൽ, വളരെ സന്തോഷത്തോടെ വായിക്കുന്നുണ്ടെങ്കിൽ, എല്ലാം മാറ്റിവെച്ച് ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം, അടുത്ത ഉണർവിൻ്റെ വ്യക്തി നിങ്ങളാണ്. അടുത്ത അനുഗ്രഹത്തിൻ്റെ വലിയ ചാലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. ബൈബിൾ വായിക്കുന്ന ഏത് വ്യക്തിയെ നോക്കിക്കും. യോശുവയുടെ ദൈവം പറഞ്ഞു, രാപ്പകൽ നീ ഇത് ധ്യാനിക്കണം, നിന്റെ വായിൽ നിന്ന് ഇത് മാറരുത്. 1-ാം സങ്കീർത്തനം പറയുന്നു, രാപ്പകൽ ധ്യാനിച്ച് സന്തോഷിക്കുന്നവൻ ഭാഗ്യവാൻ, അനുഗ്രഹീതൻ. ഞാൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ബൈബിൾ വായനയാണ്. എന്നാൽ കുറേ കാലം ബൈബിൾ വായന പറ്റാതെ പോയ ഒരു ദുഃഖകരമായ സമയമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കർത്താവിൻ്റെ വേലക്കിറങ്ങിയിട്ട് ഞാൻ കൂടുതൽ വായിക്കുന്നത് ഈ പുറകിൽ കാണുന്ന പുസ്തകങ്ങൾ, ഇതുപോലെയുള്ള കുറേ ബുക്കുകളാണ് ഞാൻ വായിച്ചിരുന്നത്. ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളാണ്. ബൈബിൾ എങ്ങനെ വായിക്കാം, ബൈബിളിനേക്കാൾ വലിയ ബുക്കാണ് 1500 പ്രസംഗം ബൈബിളിൽ നിന്ന്. ബൈബിൾ വായിക്കില്ല, പിന്നെ ഹീബ്രുവിൽ എന്ത് പറയുന്നു, ഗ്രീക്കിൽ എന്ത് ബൈബിളിനെ കുറിച്ച് പറയുന്നു, പിന്നെ ജോസിഫസ് ചരിത്രകാരൻ ബൈബിളിനെ കുറിച്ച് എന്ത് പറയുന്നു, പിന്നെ ബൈബിളിൻ്റെ ഓരോ വ്യാഖ്യാനങ്ങളും. കെട്ടുകണക്കിന് ബുക്കാണ് വാങ്ങുന്നത്, ബൈബിൾ മാത്രം വായിക്കില്ല. ഒടുവിൽ എൻ്റെ പാസ്റ്റർ പറഞ്ഞു, ആരോടും പറയുകയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഈ വ്യാഖ്യാന പുസ്തകങ്ങളൊക്കെ വായിച്ച് സമയം കളയരുത്, ബൈബിള് മാത്രം വായിക്കുക. അങ്ങനെ കുറേ വർഷങ്ങൾ നഷ്ടപ്പെട്ട് വീണ്ടും പാസ്റ്റർ എന്നോട് പറഞ്ഞു, ബൈബിള് മാത്രം വായിക്കുക, എന്നിട്ട് ബൈബിളിലെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ മറ്റുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്യുക. ഞാൻ നേരെ തിരിച്ചായിരുന്നു. മറ്റുള്ള പുസ്തകങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടിയാണ് ബൈബിൾ വായിക്കുന്നത്. തലതിരിഞ്ഞു പോയി. ബൈബിളല്ലായിരുന്നു ഒന്നാമത്തെ പുസ്തകം, എനിക്ക് വേറെ പല പുസ്തകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും പിശാചിൻ്റെ തന്ത്രമാണ്. അങ്ങനെ ഒടുവിൽ അവസാനം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്ത ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ഒരു ടീച്ചറുണ്ട് കേരളത്തിൽ, അന്നുണ്ടായിരുന്നു, ഒരു 30-25 വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹത്തിൻ്റെ മത്തായി തൊട്ട് വെളിപ്പാട് വരെയുള്ള വ്യാഖ്യാന പുസ്തകങ്ങൾ പഠിക്കില്ല എൻ്റെ ജോലി. പിന്നീട് അറിഞ്ഞ് ഇങ്ങനെ അഭിഷേകം പോലും പ്രാപിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവൻ എവിടെ ടീച്ചർ? ഒരുവൻ ടീച്ചറാകുന്നത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനാണ് ആത്മാവിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുന്നത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവൻ എങ്ങനെ എഫേസ്യ ലേഖന വ്യാഖ്യാന പുസ്തകം എഴുതുന്നത്? അതൊക്കെ വലിയൊരു പ്രതിഭാസം തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആരും പിന്നെ അവനെ ഉപദേശിക്കേണ്ടി വരും എന്നത് പോലും തോന്നുന്നില്ല. ആത്മാവിൽ നിറഞ്ഞവരായി നിൽക്കുന്നവർക്ക് ദൈവം ആർക്കും വെളിപ്പെടുത്താത്ത അഗോചരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെ വായനാശീലം വിശ്വാസമായി തീരും. അതായത് വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. കേൾക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചെവി കൊണ്ടല്ല. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ കേൾക്കുകയാണ്. അത് നമുക്ക് വിശ്വാസമായി തീരും. ബൈബിൾ വായിക്കുമ്പോൾ നമ്മെ ചലിപ്പിക്കുന്ന, നമ്മെ കരയിപ്പിക്കുന്ന ഭാഗമെല്ലാം അടയാളപ്പെടുത്തണം. യോബിൻ്റെ പുസ്തകത്തിലെ കരയുന്ന യോബ് കരഞ്ഞ കാര്യമല്ല. അതൊക്കെ വീണ്ടും ജനിക്കാത്ത വ്യക്തിയാണ്. അദ്ദേഹം നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, ദൈവഭക്തനാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞ ദുഃഖകരമായ കാര്യം അടയാളപ്പെടുത്തുകയല്ല. ബൈബിൾ വായിക്കുമ്പോൾ നമ്മളെ കരയിപ്പിക്കുന്ന, നമ്മെ സ്പർശിക്കുന്ന ആത്മാവിൻ്റെ ആലോചനകൾ, അത് നമ്മൾ അടിവരയിടും. നമ്മുടെ വിശ്വാസത്തെ പിടിച്ചു കുലുക്കുന്ന സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടിവരയിടണം. എന്നിട്ട് വിശ്വാസം പറയണം. പ്രാർത്ഥന നല്ലതാണ്, എന്നാൽ പ്രാർത്ഥന പോലെ തന്നെ
കൺഫഷൻ, വിശ്വാസം ഏറ്റു പറയണം. ബൈബിൾ വായിക്കുമ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ നിറവേറും, എൻ്റെ മുൻപിൽ ഇതുപോലെ ചെങ്കടൽ തുറന്നു വരും, ഞാൻ ഇതുപോലെ കടലിൻ്റെ മീതെ നടക്കും. ഭൂമിയിൽ പത്രോസ് കഴിഞ്ഞാൽ ആരും കടലിൻ്റെ മീതെ നടന്നില്ലെങ്കിൽ അടുത്തത് ഞാനാണ്. ഫിലിപ്പോസിനെ പോലെ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് കർത്താവ് എടുത്തെറിയും, എന്നെ അതുപോലെ കർത്താവ് കൊണ്ടുപോകും. ഏലിയാവിനെ പോലെ എന്നെ ആകാശത്തുകൂടി സഞ്ചരിക്കുമാറാകും. എൻ്റെ മുൻപിലും യോർദാൻ രണ്ടാകും. പറ, വെറുതെ വിശ്വാസം പറ. നമ്മളെ പരിഹസിക്കുന്നവരുടെ നടുവിലും പറ, ഒറ്റക്കിരിക്കുമ്പോഴും പറ, സ്വപ്നങ്ങൾ പറ. ഇതെല്ലാം നമ്മുടെ സ്വപ്നമാകും, ഇതൊരു ദിവസം സംഭവിക്കും. സ്വപ്നം പറഞ്ഞതുകൊണ്ടാണല്ലോ ജോസഫിനെ സഹോദരന്മാരെ അവൻ്റെ സ്വപ്നം എന്താകുമെന്ന് കാണാം. ബൈബിളിലെ അത്ഭുതങ്ങൾ ഈ കാലഘട്ടത്തിന് വേണ്ട രീതിയിൽ ആവർത്തിക്കപ്പെടുന്നതാണ് നമ്മുടെ സ്വപ്നം. ബൈബിൾ വീണ്ടും ആവർത്തിക്കപ്പെടണം. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണം. നമ്മുടെ വീട്ടിൽ സംഭവിക്കണം, വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കണം, ആരോഗ്യത്തിൽ സംഭവിക്കണം, നമ്മുടെ അയൽവാസികളുടെ ഇടയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ സംഭവിക്കണം. നമ്മൾ പോകുന്നിടത്തെല്ലാം ദൈവ മഹത്വം ഇറങ്ങണം. നാം പറയുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ തേജസ് വ്യാപരിക്കണം. വചനം പറയണം. ദൈവ സന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. കേൾക്കുക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നു. കേട്ടോ എന്ന് വെച്ചാൽ കേട്ടു, അതിൻ്റെ അർത്ഥം സ്വീകരിച്ചു എന്നാണ്. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. 47-ാം വാക്യം, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവസന്തതി അല്ലായികൊണ്ട് കേൾക്കുന്നില്ല. എല്ലാവരും എന്തുകൊണ്ട് ദൈവവചനം കേൾക്കുന്നില്ല? അവർ വീണ്ടും ജനിച്ചവരല്ല. വീണ്ടും ജനിക്കാത്ത ജനങ്ങൾ ദൈവവചനം കേൾക്കുന്നില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാത്തതാണ്. യൂട്യൂബിൽ പ്രാർത്ഥനകൾ വന്നാൽ ഉടനെ അതിൽ നിന്ന് മാറ്റും. ഡാൻസ് ഉണ്ടോ, സിനിമയുണ്ടോ, താൽക്കാലികമായി മാനുഷികമായ കാര്യങ്ങളിലേക്ക് അവർ തിരിയും. എന്നാൽ ദൈവവചനം കേൾക്കാൻ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടുമെന്നുള്ളതിൻ്റെ ഒരു സൈനാണത്. ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ, പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, വിമർശന പ്രസംഗങ്ങളുമുണ്ട്, സകലത് ചോദന, ഇത് നല്ലത് മുറുകെ പിടിക്കാൻ ദൈവം വീണ്ടും ജനിച്ചവർക്കൊരു പ്രത്യേക കൃപ തന്നിട്ടുണ്ട്. ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് കേട്ടാൽ ഉടനെ അത് കട്ട് ചെയ്യാൻ ചിലർക്കറിയാം. കാലേബ് യോശുവയെ പോലെ നെഗറ്റീവ് കേട്ടാൽ ഉടനെ അവരത് കട്ട് ചെയ്യും. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ 10 പേര് വന്ന് നെഗറ്റീവാ പറയുന്നത്. അവരുടെ മുമ്പിൽ, ശത്രുക്കളുടെ മുൻപിൽ, അനാക്യ മല്ലന്മാരുടെ മുമ്പിൽ നമ്മൾ വെട്ടുക്കിളിയെ പോലെയാണ്. എന്നാൽ 14-ാം അധ്യായത്തിൽ കാലേബിനൊരു അവസരം കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു, ദൈവത്തോട് മത്സരിക്കുക മാത്രം ചെയ്യരുത്, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയും. അടുത്തത്, അവർ നമുക്ക് ഇരയാകുന്നു. ഇംഗ്ലീഷിൽ പറയുന്ന അവർ നമുക്ക് ബ്രെഡാകുന്നു. അപ്പൊ ബ്രെഡും ജാമും പോലെ ബ്രെഡിൻ്റെ അകത്ത് ഈ ശത്രുക്കളെ വെച്ചിട്ട് ജാമ് പുരട്ടിയിട്ട് പിന്നെ ഒരു ബ്രെഡ് വെച്ച് തിന്നുന്നത് പോലെ അങ്ങനെ നിസ്സാരമായിട്ട് കാലേബ് അതിനെ ചിത്രീകരിച്ചു. മറ്റവർ പറഞ്ഞു നമ്മൾ വെട്ടുക്കിളിയെ പോലെയാണ്. കാലേബ് പറഞ്ഞു ബ്രെഡ് പോലെയാണ്. നമുക്ക് നിസ്സാരമായിട്ട്, അവർ നമുക്ക് ഇരയാകുന്നു എന്നാണ് മലയാളത്തിൽ. അപ്പൊ നിസ്സാരമായിട്ട്, നെഗറ്റീവിനെ നിസ്സാരമായി നമുക്ക് ഒതുക്കിക്കളയാൻ കഴിയും. അപ്പൊ നെഗറ്റീവുകളെ തകർക്കണമെങ്കിൽ, ഭയത്തെ തകർക്കണമെങ്കിൽ, അവിശ്വാസത്തെ തകർക്കണമെങ്കിൽ, നമുക്കുണ്ടാക്കാൻ പിശാച് നോക്കുന്ന ഷോക്കേറിയ വാർത്തകളെ നിസ്സാരമാക്കണമെങ്കിൽ ദൈവവചനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. അതുകൊണ്ട് എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. കാറ്റടിച്ചു, പേമാരി പെയ്തു, നദികൾ പൊങ്ങി, ആ വീടിന്മേൽ വീണു. ആ വീട് വീണില്ല, കാരണം പാറമേൽ അടിസ്ഥാനമിട്ടതാണ്. എന്നാൽ എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവരോ മണലിൽ വീട് പണിത, അടിസ്ഥാനമില്ലാത്ത, കാഴ്ചയിൽ രണ്ടും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഒരുപോലെയാണ്.
മണലിൽ പടുത്ത വീട് വേഗം പൂർത്തിയായി. മറ്റേത് ആഴത്തിൽ കുഴിച്ചു കുറേ നാളെടുത്തു. അതിന് കുറേ ചെലവുണ്ട്. ആഴത്തിൽ കുഴിക്കണം, ഒത്തിരി വില മുടക്കി. ഭൂമിക്കടിയിൽ ആരും കണ്ടില്ല, കുറേ ആഴത്തിലോട്ട് പോയി. എന്നാൽ അതൊരു പാറയെ പോയി തൊട്ടു. ഇതുപോലെ നമ്മുടെ വിശ്വാസം യേശുവാകുന്ന പാറയെ പോയി തൊട്ടാൽ, വചനം നമ്മൾ കേട്ട് വിശ്വസിക്കുമ്പോൾ നമ്മൾ പോയി പാറയിൽ തൊടുകയാണ്. നമ്മുടെ അടിസ്ഥാനം യേശുവിലാണോ, അതിൻ്റെ മുകളിലോട്ട് ഭയങ്കരമായ ഒരു പണിയുണ്ട്. സ്തോത്രം. ആഴത്തിൽ ഞാനൊക്കെ പഠിച്ചു നടക്കുന്ന കാലത്ത് എറണാകുളത്ത് മേനകയുടെ ഓപ്പോസിറ്റ്, അത് മേനക തിയേറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മേനക ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ ആയിരുന്നു. ഇപ്പോൾ അതൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആ കടൽ തീരത്തോട് ചേർന്ന് ഒരു വലിയ ബിൽഡിങ് പണിയാണ്. അവിടെ ബിൽഡിങ് ആവശ്യം പോലെയൊക്കെ വരുന്ന കാലമാണ്. 4-5 വർഷം ഫൗണ്ടേഷൻ ഇടാൻ. എന്നാൽ അവിടെ ഒരു ബിൽഡിങ് വന്നു. ഇപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത, വണ്ടി ഓടിച്ച് അതിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യുക. അതിനുവേണ്ടിയാണ് ഇത്രയും വലിയ ഫൗണ്ടേഷൻ ഇട്ടത്. കടൽ തീരത്ത് ആഴത്തിൽ കുഴിച്ചു, പാറമേൽ പോയി മുട്ടി. പിന്നെ അതിൻ്റെ മുകളിൽ എത്ര നിലയാണ്, അതിൻ്റെ ഏറ്റവും മുകളിൽ വണ്ടി കറക്കി ഓടിച്ച് കയറ്റാം. വലിയ ഫൗണ്ടേഷൻ വളരെ ആഴത്തിൽ കുഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ വളരെ ഉയരത്തിലോട്ട് പോകാൻ പോയാണ്. ബൈബിൾ ധ്യാനത്തിൽ മണിക്കൂറുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, ആഴത്തിലോട്ട് നീ കുഴിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ നീ മണിക്കൂറുകൾ കുഴിക്കുന്നുണ്ടെങ്കിൽ, നീ വളരെ ഉയരത്തിലേക്ക് എന്തോ കെട്ടിപ്പൊക്കി ഉയർത്താൻ പോകുന്നു. എത്ര കാറ്റടിച്ചാലും പേമാരി പെയ്താലും നദികൾ പൊങ്ങിയാലും ഇതിൻ്റെ മേൽ അടിച്ചാലും ഇത് വീഴില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ കർത്താവ് പറഞ്ഞില്ല, എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ്റെ വീടിന്മേൽ കാറ്റടിക്കില്ല, പേമാരി പെയ്യില്ല, നദികൾ പൊങ്ങൂല്ലെന്നൊന്നും പറഞ്ഞില്ല. മണലിൽ പണിത വീടിൻ്റെ മുകളിലും പാറമേൽ പണിത വീടിൻ്റെ മുകളിലൊക്കെ കാലാവസ്ഥകളെല്ലാം ഒരുപോലെയാണ്. എല്ലാവർക്കും വരുന്നത് നമുക്കും വരാം, എന്നാൽ നമ്മൾ വീഴില്ല. അയ്യോ, ഞാൻ ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട് എനിക്കിത് വരില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം ഒരുപോലെയാണ്, കോമൺ ആണ്. പ്രതികൂലങ്ങൾ എല്ലാവർക്കും കോമൺ ആണ്. എന്നാൽ നമ്മൾ അതിനെ അതിജീവിക്കും. ദൈവവചനം ദൈവസന്തതിയായവൻ കേട്ട് പ്രമാണിച്ച് ഉറപ്പുള്ളവരായി ജീവിക്കും. സെപ്റ്റംബർ മാസം തുടങ്ങിയ ഈ ദിവസങ്ങളിൽ ദൈവവചനത്തോട് ഭയങ്കരമായ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് വായിക്കരുത്. ആഴത്തിൽ അങ്ങോട്ട് ഓരോ യോബിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ആഴത്തിലൊന്ന് കുഴിക്ക്. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ആഴത്തിലൊന്ന് കുഴിക്ക്. പത്രോസിൻ്റെ ജീവിത വിജയ രഹസ്യം ആഴത്തിലൊന്ന് കുഴിച്ച് അത് കണ്ടെത്ത്. എങ്ങനെയാണ് ഏലിയാവ് ഇത്രയും ഉയർന്ന മനുഷ്യനായത്, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായത്? ആഴത്തിലൊന്ന് കുഴിക്ക്. ഈ ദിവസങ്ങളിൽ ഓരോ വ്യക്തികളെക്കുറിച്ച് ബൈബിളിൽ പഠിക്കുക. ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ആഴത്തിലൊന്ന് കുഴിച്ചു നോക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, വിജയം കൊണ്ടുവരും. അതുകൊണ്ട് ഈ അന്ത്യകാലത്തുള്ള മീഡിയ യുഗത്തിൽ ദൈവവചനത്തിന് വിരുദ്ധമായ എല്ലാ അനുഭവത്തിൽ നിന്ന് മാറി ദൈവവചനത്തോട് ചേർന്നിരിപ്പാൻ എല്ലാവർക്കും കർത്താവ് കൃപ തരട്ടെ. ഇന്നു മുതൽ അതിനെ ദൈവം ശക്തീകരിക്കും. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ പുതിയ മാസത്തിനായി സ്തോത്രം. ഇന്ന് ഈ ദൈവവചനം കേട്ട ഓരോ വ്യക്തികളും ദൈവവചനത്തിൽ നിറഞ്ഞ് ദൈവസന്തതിയുടെ ക്വാളിറ്റിയിൽ ജീവിച്ച് പരിശുദ്ധാത്മാവിൽ വചനം ധ്യാനിച്ച് ജീവിതത്തിൽ വരുന്ന എല്ലാ കാറ്റിനെയും കോളിനെയും തിരമാലകളെ എല്ലാം അതിജീവിക്കാൻ പ്രാപ്തരാകട്ടെ. ഏത് രോഗം വന്നാലും യേശുവിൻ്റെ അടിപ്പിണരാൽ അതിനെ അതിജീവിക്കട്ടെ. ഏത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും യേശുവിൻ്റെ സമൃദ്ധിയാൽ അതിനെ അതിജീവിക്കട്ടെ. ഏത് പ്രതികൂലങ്ങൾ വന്നാലും കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകുന്നു പറഞ്ഞ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് അതിനെ അതിജീവിക്കട്ടെ. എല്ലാവരുടെ വഴികൾ ഈ പുതിയ മാസം തുറന്നു വരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ ബലപ്പെടാം. ഈ മാസം മുഴുവനും ബൈബിൾ വായിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. അസാധാരണമായ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. ഒരു ചിട്ടയുള്ള ബൈബിൾ വായന നിങ്ങൾക്കുണ്ടാകട്ടെ. ചിട്ടയുള്ളൊരു ധ്യാനം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ. തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.